പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ശശീന്ദ്രൻ പോൾ കുമ്പനാട്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാൻ കാരണം ക്രൈസ്തവ ഗാന കൈരളിക്ക് ഒരു അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ ഭൃത്യനെ പരിചയപ്പെടുത്താനാണ്. ഗാനങ്ങൾ എഴുതുകയും സംഗീതങ്ങൾ അതിന് കൊടുക്കുകയും അപ്പോൾ തന്നെ വളരെ നന്നായിട്ട് പാടുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോയി തിരുവല്ല. അദ്ദേഹം എഴുതിയ ഗാനങ്ങളിൽ അമ്മയായും അപ്പനായും എന്ന് തുടങ്ങുന്ന ഗാനം, അതിൻ്റെ പശ്ചാത്തലം കർത്താവിൻ്റെ ദാസൻ നമ്മളോട് പങ്കുവെക്കുകയും ആ ഗാനം നമുക്ക് കേൾക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ദാസൻ. 2001 ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് തിരുവല്ല ഷാരോൺ ബൈബിൾ കോളേജിൽ പോകുന്നത്. ഞാൻ തിരുവല്ല മഞ്ഞാടി ഷാരോൺ സഭയിലെ അംഗമായ സമയത്താണ് പാഷ കോശിമൻ പാഷാണ് എന്നെ ബൈബിൾ കോളേജിൽ കൊണ്ടു ചേർന്നത്. മഞ്ഞാടി സഭയുടെയും ദൈവദാസൻ്റെയും പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നു. ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ എൻ്റെ മൂത്ത കുഞ്ഞിന് 5 വയസ്സും ഇളയ മകൾക്ക് 5 മാസം പ്രായമുള്ളപ്പോഴാണ് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത്. ഒരു ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു, അതെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത്. കൂടാതെ ഞാൻ ദൈവവചനം പഠിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഞാൻ അതുവരെ പാർത്തുകൊണ്ടിരുന്ന എൻ്റെ കുടുംബ വീട് പണിയുവാനായിട്ട് അത് ഇടിക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് എനിക്ക് തൽക്കാലം ഒരു ഷെഡിൽ താമസിക്കേണ്ട അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ പണിത ഷെഡാണ്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ട് വരുന്ന സമയത്ത് ആ താമസിക്കുന്ന സാഹചര്യ നിമിത്തം കുഞ്ഞുങ്ങൾക്ക് മാറി പലപ്പോഴും അസുഖങ്ങൾ വരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഹോമിയോ മരുന്നാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. എനിക്ക് മറ്റെങ്ങും കൊണ്ടുപോകാൻ യാതൊരു നിവൃത്തിയില്ല. വാഹനങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കുഞ്ഞുങ്ങളെ എടുത്ത് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നതിന് അനുഭവം ഉണ്ടായിരുന്നു. പലപ്പോഴും പക്ഷെങ്കിൽ അവർക്ക് സൗഖ്യമാകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. എന്നാൽ ആ വേദനയുടെ സമയത്ത് ഞാൻ തന്നെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിച്ച് അല്പം വെള്ളം കൊടുക്കുമ്പോൾ അവർ സൗഖ്യമായിട്ടുണ്ട്. കൂടാതെ ഞാൻ കോളേജിൽ പോയി പഠിച്ചാലും അന്ന് എനിക്ക് മറ്റൊന്നുമല്ല എൻ്റെ പ്രാർത്ഥന വിഷയം. എനിക്ക് 2 വീലറോ മറ്റൊന്നുമല്ല എനിക്ക് ആഗ്രഹം. എനിക്കന്ന് വേണ്ടത് അന്നന്ന് വേണ്ടുന്ന ആഹാരമാണ്. സ്തോത്രം. കാരണം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. സ്തോത്രം. എനിക്കൊരു സ്പോൺസർ ഇല്ലായിരുന്നു. എന്നോട് ദൈവം പറഞ്ഞു, നീ മനുഷ്യരിൽ ആശ്രയിക്കരുത്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനം നിൽക്കുന്നതുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെയോ എൻ്റെ കാര്യങ്ങളോ ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ സമയത്തിൽ ഈ കഷ്ടതയിൽ കുഞ്ഞുങ്ങൾക്ക് മാറി രോഗങ്ങൾ വരുന്നു. വീട്ടിൽ ആഹാരത്തിന് വഴിയില്ലാത്ത ചില അവസ്ഥകൾ വരിക. ഈ സമയത്ത് കർത്താവായ യേശു എൻ്റെ നാവിൽ തന്ന ഗാനങ്ങളാണ് അമ്മയായും അപ്പനായും എന്ന് തുടങ്ങുന്ന ഗാനം. ഞാൻ ഒരു സംഗീതം പഠിച്ചെഴുതുന്നതല്ല, ജീവിത അനുഭവത്തിൽ നേടുന്ന ഗാനങ്ങളാണ്. ഈ ഗാനം കേൾക്കുന്ന ഓരോ ദൈവജനത്തിനും ഓരോ ദൈവമക്കൾക്കും ഞങ്ങളുടെ ആത്മജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അമ്മയായും അപ്പനായും നീയല്ലതാരുമിൽ യേശുനാഥാ. അമ്മയായും അപ്പനായും നീയല്ലതാരുമിൽ യേശുനാഥാ. എത്രയോ കഷ്ടതകൾ സഹിച്ചു, എത്രയോ രോഗങ്ങൾ വേദനകൾ, എത്രയോ കഷ്ടതകൾ സഹിച്ചു,
താങ്ങിടുന്ന ബലമുള്ള കൈക്കീഴിൽ താണിരുന്നേ. അന്നു വേണ്ടുന്ന ആഹാരം തന്നെ പോറ്റിപ്പുലർത്തിയേ യേശുനാഥൻ. അന്നു വേണ്ടുന്ന ആഹാരം തന്നെ പോറ്റിപ്പുലർത്തിയേ യേശുനാഥൻ. അമ്മയായും അപ്പനായും നീയല്ലതാരുമേ യേശുനാഥ. അമ്മയായും അപ്പനായും നീയല്ലതാരുമേ